കേസുകൾ ഉൾപ്പെടെ നിരവധി നിയമങ്ങൾക്ക് ആ നിയമങ്ങൾ അന്വേഷിക്കാൻ പരിപൂർണമായിട്ടുള്ള അധികാരം ആ അധികാരം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അത് CBIയുടേതാണ്. മറ്റ് കേസുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം ആവശ്യമുള്ളതുണ്ട്, കോടതിയുടെ തീരുമാനം ആവശ്യമുള്ളതുമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഴിമതി നിരോധന നിയമം അനുസരിച്ചിട്ടുള്ള കേസുകളാണ്. സംസ്ഥാന സർക്കാർ ഈ മുൻകൂർ അനുവാദം പിൻവലിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം, അതിനർത്ഥം അഴിമതി ഉൾപ്പെടെയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ ഇനി മുതൽ CBIക്ക് അനുവാദം കൊടുക്കുന്നതിന് മുൻപേ ഒരു രാഷ്ട്രീയ തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണം സംബന്ധിച്ചിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ, വിവിധ കേസുകളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ സർക്കാർ CBIക്ക് വിട്ട ചില കേസുകൾ, ഒന്ന് നെടുങ്കണ്ടത്തെ രാജ്കുമാർ കൊല്ലപ്പെട്ട സംഭവം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചു. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചു. വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും കാർ അപകടത്തിൽ മരിച്ച സംഭവം സർക്കാർ വിട്ടു. ജിഷ്ണു പ്രണോയുടെ കേസ് വലിയ പ്രക്ഷോഭത്തിന് ശേഷം അത് വിട്ടു. വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ മരിച്ച ചിറ്റാറിലെ മത്തായിയുടെ കേസ് വലിയ ജനരോഷമുണ്ടായതിനു ശേഷം വിട്ടു. പക്ഷേ സർക്കാർ എതിർത്ത കേസുകൾ നമുക്കറിയാം. കതിരൂർ മനോജ് വധക്കേസ് സർക്കാർ ശക്തമായിട്ട് എതിർത്തു. കാരണം കാത്തിരുന്ന വാർത്ത എന്ന് P. ജയരാജൻ്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു സംഭവമാണ് മനോജിൻ്റെ വധം. ആ വധത്തെ CPM സർക്കാർ എതിർത്തു. ഷുഹൈബ് വധക്കേസ് CBIക്ക് വിട്ടത് ഹൈക്കോടതിയാണ്. പോലീസിനെയും കോടതി വളരെ നിശിതമായിട്ട് വിമർശിച്ചിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ ഗൂഢാലോചന പുറത്തു വരണമെന്ന് കോടതി പറഞ്ഞിരുന്നു. പക്ഷേ CBI ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്ന് വാദിക്കാൻ സംസ്ഥാന സർക്കാർ ചെലവിട്ടത് 34 ലക്ഷം രൂപയാണ്. ഡൽഹിയിൽ നിന്ന് വലിയ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെ അടക്കം ഇറക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരു ചെറുപ്പക്കാരനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പങ്കാളിത്തം അന്വേഷിക്കുന്നതിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ 34 ലക്ഷം ഏറ്റവും കൂടുതൽ സർക്കാർ ഒരു കേസിന് ചെലവാക്കിയ തുക ഏതാണെന്നുള്ള നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് സർക്കാർ തന്നെ നിയമസഭയിൽ കൊടുത്തതാണ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI അന്വേഷണം തടയാൻ സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഒരൊറ്റ അഭിഭാഷകന് ഒരു തവണ ഹാജരാവാൻ 25 ലക്ഷം രൂപ കൊടുത്തിരിക്കുകയാണ്. ഒരു വർഷമായിട്ട് CBIയുടെ അന്വേഷണം ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് അന്വേഷണ സംഘം തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലൈഫ് മിഷന്റെ കാര്യത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള വിഷയം, അതിലാണ് സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തെക്കുറിച്ച് പ്രതിരോധത്തിലായിട്ടുള്ളതും ഇപ്പോൾ ഉള്ള തീരുമാനത്തിന് പ്രേരണയായിട്ടുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളതും. ലൈഫ് മിഷന്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, യൂണിടാക്കിലെ ഉടമസ്ഥന്മാരും അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയും പേര് പറഞ്ഞുകൊണ്ടാണ് ആ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ലൈഫിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെയും അതിൽ പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ യൂണിടാക്കിനെതിരായിട്ടുള്ള അഴിമതി അടക്കം അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി പോയത്.
FIR റദ്ദാക്കിയാൽ അതിനർത്ഥം എന്താ സംഭവിക്കുക? യൂണിടെക്കിനെതിരായിട്ടുള്ള അടക്കം അന്വേഷണം ഇല്ലാതാകും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ CBI വിരോധത്തിന്റെ അടിസ്ഥാനം CBI രാഷ്ട്രീയ പ്രേരിതമായിട്ട് അന്വേഷിക്കുന്നു എന്നുള്ളതാണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ബോധ്യമാകാത്ത ഒരു വാദമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിരോധം അവരുടെ രാഷ്ട്രീയ അഴിമതികൾ, വലിയ തീവട്ടിക്കൊള്ളകൾ, ആ തീവട്ടിക്കൊള്ളകൾ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാൽ അതൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കേരളത്തിലെ കാര്യം. മാർക്സിസ്റ്റ് പാർട്ടി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ആവശ്യപ്പെട്ടിട്ടുള്ള കേസുകളുണ്ട്. ശാരദ ചിറ്റ് ഫണ്ട് തട്ടിപ്പ് 2014 സീതാറാം യെച്ചൂരിയും ബുദ്ധദേവ് ഭട്ടാചാര്യയാണ് ആവശ്യപ്പെട്ടത് CBI അന്വേഷിക്കണമെന്ന്. തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശിലെ അമരാവതി ഭൂമി ഇടപാട് അത് അന്വേഷിക്കണമെന്ന് അവിടുത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം G രാമകൃഷ്ണനാണ് 2019 പൊള്ളാച്ചി പീഡനക്കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതേപോലെ ബസുദേവ് ആചാര്യയാണ് 2014 സ്വാമി അസീമാനന്ദക്കെതിരായിട്ടുള്ള കേസ് അന്വേഷിക്കാൻ CBI വേണമെന്ന് ആവശ്യപ്പെട്ടത്. TP ചന്ദ്രശേഖരന്റെ കേസിന്റെ കാര്യത്തിലും CBI ഗൂഢാലോചന അന്വേഷിക്കണം. കാരണം കുറ്റകൃത്യം കേരള പോലീസ് അന്വേഷിച്ചു കണ്ടെത്തി. പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, കാരണം സംഭവം നടന്നത് വടകരക്കടുത്ത്, പങ്കെടുത്ത ആളുകൾ കണ്ണൂർ ജില്ലക്കാര്, അതിൽ പ്രതിയായിട്ടുള്ള ഒരാള് പാനൂരിലെ CPMന്റെ നേതാവ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാം, ഇത് ഒരു പ്രദേശത്തെ ആളുകൾ മാത്രം ചേർന്ന് ആലോചിച്ച് നടപ്പിലാക്കിയതല്ല, പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രകോപനമല്ല, ഒരു വൈരാഗ്യമല്ല, പകരം ഇത് ആസൂത്രിതമായിട്ടുള്ള നടന്നതാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് അക്കാലത്ത് വിരൽ ചൂണ്ടപ്പെട്ടിരുന്നു. അത് അന്വേഷിക്കണമെന്നാണ് ശ്രീമതി KK രമ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടത്. ആ കേസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഇരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് CPM അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ നേതാക്കന്മാരടക്കം പ്രതികളായിട്ടുള്ള കേസിൽ ആ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പോലും CPM തടസ്സം നിന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളത് മലയാളികളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്ന്, രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വാദമുന്നയിച്ചുകൊണ്ട് മലയാളികളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും കാലം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം, ഈ നീക്കം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. കോടതികൾ സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കും. കേന്ദ്ര സർക്കാരിന് നേരിട്ട് കേസെടുക്കാവുന്ന FCRA ഉൾപ്പെടെയുള്ള കേസുകൾ, ആ കേസുകളിൽ ഒരു തടസ്സവും സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഒരു തീരുമാനം കൊണ്ടും സാധ്യമല്ല. അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുമായിട്ട് നടത്തിയ ചർച്ച വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രാജ്യത്ത് പലതരത്തിലുള്ള മതവൈരവും മതതീവ്രവാദവും വളർത്തുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ളൊരു സംഘടനയുമായിട്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രഹസ്യ ബാന്ധവം, ആ രഹസ്യ ബാന്ധവം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം. കാരണം രാഹുൽ ഗാന്ധി വന്ന് കേരളം സന്ദർശിച്ചു പോയ ഉടനെയാണ് ഈ ചർച്ചകളൊക്കെ നടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നയമാണോ ഭീകരവാദ സംഘടനകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്, ശ്രീ കുമ്മനം രാജശേഖരനെതിരായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പരിശ്രമങ്ങൾ, അദ്ദേഹത്തെ കേസിൽ കൊടുക്കാൻ
അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ ആ ശ്രമം അതിൻ്റെ തുടക്കത്തിലെ തന്നെ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളത് ഇപ്പം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഇന്നലെ ഈ പരാതിപ്പെട്ടു എന്ന് പറയുന്ന ആൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ കുമ്മനം രാജശേഖരനെതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആരുടെ തീരുമാനപ്രകാരമാണ്, ആരാണ് കുമ്മനം രാജശേഖരനെ 5-ാം പ്രതിയാക്കാനുള്ള നിർദ്ദേശം നൽകിയത്? അത് പോലീസിലുള്ള CPM-ന്റെ ഫ്രാക്ഷനാണോ അതോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണോ? ഈ കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ശ്രീ കുമ്മനം രാജശേഖരൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തുള്ള ഇത്രയും കാലത്തെ ഇടപെടലുകളെക്കുറിച്ച് അഴിമതിയുടെ ആരോപണം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ 5-ാം പ്രതിയാക്കിയിട്ട് കേസിൽപ്പെടുത്തുക, അദ്ദേഹം ഒരൊറ്റ പൈസ വെട്ടിപ്പ് നടത്തിയതായിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആൾ പോലും പറയുന്നില്ല. അപ്പോൾ ഈ തീരുമാനം ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസിലെ കേരള പോലീസിന്റെ CPM ഫ്രാക്ഷന്റെ തീരുമാനമാണോ, അവരുടെ ഗൂഢാലോചനയാണോ, അതോ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണോ എന്നുള്ളത് കൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തു വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അന്വേഷണം നടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അന്വേഷിക്കട്ടെ, അത് ഗവൺമെന്റിന് മുമ്പിലല്ലേ. കേരളം ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അല്ലേ, അവർക്ക് തീരുമാനിക്കല്ലോ, അവർ തന്നെ തീരുമാനിക്കാം. ഞാൻ വിളിക്കും, ഞാൻ അങ്ങനെയാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ, വിവരങ്ങൾ. കേരളത്തിൽ മാത്രമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും പ്രത്യേക സംഘടനാ സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. കേസ് നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സാങ്കേതികത്വത്തിലേക്ക് പോകണ്ട. ജമാഅത്തെ ഇസ്ലാമി എന്താ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അതിന് വിരോധമുള്ള ആൾക്കാർക്ക് അതിന് പ്രതിഷേധിക്കാം. അറിവിന്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിലെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ കാര്യം. കാരണം ടൈറ്റാനിയം കേസ് എന്തുകൊണ്ടാണ് CBI അന്വേഷിക്കുന്നില്ല എന്ന് അറിയിച്ചത് എന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ പറയാം. കാരണം CBIയുടെ മുന്നിൽ നിലവിലുള്ള കേസുകൾ അവരുടെ യൂണിറ്റിനെ അന്വേഷിക്കുന്നതിന്റെ ഒരു പരിമിതി ഉണ്ടാവും. ആ പരിമിതിയാണോ അതോ വേറെ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമാണോ എന്നുള്ളത് അന്വേഷിക്കണം. അങ്ങനെയുള്ള കേസുകളെല്ലാം, അഴിമതി കേസുകളെല്ലാം അന്വേഷിക്കണം. തീർച്ചയായിട്ടും അതില് വസ്തുതകളുണ്ടെങ്കിൽ അതിന്, കാരണം ആത്യന്തികമായിട്ട് ആ തീരുമാനം എടുക്കേണ്ടത് CBI ആണ്. ഇത് ഗവൺമെന്റിന്റെ അറിവായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, ഗവൺമെന്റ് പറഞ്ഞതായിട്ടാണ്. അത് എന്തടിസ്ഥാനത്തിൽ പറഞ്ഞു, CBI അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, CBI കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ കാര്യങ്ങൾ എനിക്കറിയില്ല. അത് ഞാൻ വിശദമായിട്ട് അന്വേഷിക്കണം. അതിനുശേഷമേ എനിക്ക് അതിനെക്കുറിച്ചൊരു ഫൈനൽ തീരുമാനം പറയാൻ പറ്റും. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോടിയേരിക്ക് എന്താ പറയുന്നതെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് BJPയും കോൺഗ്രസും തമ്മിൽ സഹായിക്കുന്നതാണെന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ, വിശ്വസിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കാം. കാരണം കോടിയേരിയുടെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം തമിഴ്നാട്ടിൽ ഈ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ആരുടെ കൂടെയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാലോ. ഈ നാഗർകോവിലിലെ കന്യാകുമാരിക്ക് പോകുമ്പോൾ ഈ അതിർത്തി കടന്നാൽ കോടിയേരിയുടെ പാർട്ടി ആരുടെ കൂടെയായിരുന്നു? ഇപ്പോഴും ആരുടെ കൂടെയാ? പാർലമെന്റിനകത്തുള്ള ഫ്ലോർ കോർഡിനേഷൻ മാത്രമല്ല, പുറത്തുൾപ്പെടെ ഈ രാജ്യം മുഴുവൻ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ്.
അവരാണ് പറയുന്നത് BJP കോൺഗ്രസും തമ്മിൽ സഖ്യമാണ്. BJPയും കോൺഗ്രസും തമ്മിൽ സഖ്യമാണെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് CPMനെ പ്രശംസിക്കുകയും BJP എതിർക്കുകയും ചെയ്യുന്നത് അതാണോ കോടിയേരി മനസ്സിലാക്കിയിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം? രാഹുൽ ഗാന്ധി അത് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമല്ലേ, അത് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനമായും CBI അന്വേഷണം, അതിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ള വിധത്തിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി നിയമനിർമ്മാണം നടത്താൻ പോകുന്ന വിഷയത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അതിനെ എതിർത്തുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പല കേസുകളിലും CPM സംസ്ഥാന സർക്കാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് CBI അന്വേഷണത്തിന് അനുവദിക്കുന്നത്, ചിലതിനെ എതിർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും മറ്റു വാർത്തകളിലേക്കും വരാം. ഇടവേള വേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക. ഇടവേളയിലേക്ക്.